അങ്ങനെ ഷോക്ക് അടിച്ച് വീഴുന്നത് ഇപ്പൊ ലൈവായിട്ട് നമുക്ക് കാണാം. അല്ല ആന്റി, ഈ കറണ്ട് അടിച്ചാലേ ഉടനെ തന്നെ മരിക്കും. ആ ഷോക്ക് ഏറ്റാൽ ഉടനെ അപ്പൊ തെറിച്ചു വീഴും. പിന്നെ കൊറേ നേരം കിടന്ന് പിടയ്ക്കും. ഈ കരയിലേക്ക് വീണ ജീവനുള്ള മീനെ ചാകാൻ വേണ്ടി കിടന്ന് പിടയ്ക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ കൊറേ നേരം അങ്ങനെ പിടഞ്ഞതിന് ശേഷം പിന്നെ മരിക്കും, ഭാഗ്യമുണ്ടെങ്കിൽ. ആന്റി, അവളെ കിടന്ന് പെടഞ്ഞ് ചാവുന്നത് കാണാൻ എന്ത് രസായിരിക്കല്ലേ. പിന്നെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായിരിക്കും. വാ വാ വാ, നമുക്ക് കാണാം. വാ. അവള് സ്വിച്ച് ഓൺ ആക്കി. തേപ്പ് പെട്ടി ചൂടായൊന്ന് നോക്കാൻ അവിടെ തൊട്ട നോക്കും. അപ്പൊ ഷോക്ക് അടിച്ച് തെറിച്ചിട്ടേ. അവള് ഷോക്ക് അടിക്കാ സുലാന്റി. നീ ചെയ്തു വെച്ചതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഷോക്ക് അടിക്കും. എന്തായാലും അവക്ക് എന്തെങ്കിലും പറ്റിയ കറണ്ട് ആയതുകൊണ്ട് നീ ജയിലിലേക്കൊന്നും പോവില്ല, അത് ഉറപ്പ്. ആ ഞാനിതിന് കൂട്ടു നിൽക്കുന്നതോ അതുകൊണ്ടാ. പ്രേരണ കുറ്റം എനിക്കില്ലല്ലോ. തൊട്ട് നോക്കുന്നില്ലല്ലോ ചൂടായൊന്ന്. അതിപ്പോ തൊടും, നീ വെയിറ്റ് ചെയ്യ്. ഇവക്ക് പൂച്ചയുടെ ജന്മമാ, ഉടനെ എങ്ങും ചാകില്ലെന്നാ എനിക്ക് തോന്നുന്നത്. മോളെ തുളസി, ആരാത്? മോളെ മാമനാ. എന്താ മാമ? മോളെ ഈ വാതിലൊന്ന് തുറന്നേ, മാമനൊരു കാര്യം ചോദിക്കാൻ. മാമ തുറക്കും മോളെ. ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ലേ? ഇതേ പുറത്തൊന്നും പൂട്ടിയിരിക്കുക. മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണോ? ആ അതെ മോളെ. അപ്പൊ പിന്നെ ഞാൻ ഉറങ്ങിയപ്പോ ആരെങ്കിലും വന്ന് പൂട്ടിയതാവും. ആരാ ഇത്ര മര്യാദയോട് കാണിച്ചു? എനിക്കറിയില്ല മാമ. ചെയ്ത ആളേക്ക് എനിക്കറിയാം, ഞാൻ ചോദിച്ചോളാം. മോളെ ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കും. ആ മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് കുഴപ്പം, ഞാൻ നല്ല ഉറക്കമായിരുന്നു. ആ എന്നാ ശരി മോള് കിടന്നു. ഫോണ് കയ്യിലില്ലേ? ആ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ മാമനെ വിളിക്കണേ. ആ ശരി. ആ ശരി മോളെ. തുളസി, എടി നീ വാതിലോർക്ക്. അതെ, വാതില് ലോക്ക് ചെയ്തിരിക്കോ? ചാവില്ല അവിടെ? ഇല്ല, ഞാനല്ല ലോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ദുർഗാമ്മയായിരിക്കും. കുറച്ചു മുമ്പ് മാമൻ എന്നെ വന്ന് വിളിച്ചു, അപ്പോഴാണ് ഞാനിത് അറിയുന്നത്. ഇതെന്ത് ദ്രോഹ ഇത്? ഈ അമ്മ ഇതെന്തായി കാണിക്കുന്നേ? ഇങ്ങനെ മനുഷ്യരുണ്ടോ? നീ എന്നെ കാണാൻ വരുമെന്ന് അവർക്കറിയാം, അതിനാ അവർ ഈ ചതി ചെയ്ത്. എന്റെ അമ്മ നമുക്ക് ഒരു സ്വസ്ഥതയും തരുന്നില്ലല്ലോ തുളസി. ഇത് മര്യാദ കേടല്ലേ? എടാ, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ അവര് സമ്മതിക്കില്ല. അല്ല, ഈ ദുർഗാമ്മ എന്തിനാ എന്നെ ഇതിനകത്ത് ലോക്ക് ചെയ്തിടുന്നത്? എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തിറങ്ങണമെങ്കിലോ ഞാൻ നിങ്ങളെയൊക്കെ ഫോൺ വിളിക്കണ്ടേ?
ഇതെന്തായാലും വല്ലാത്തൊരു ചതി തന്നെയാ. തുളസി, നീ ഇന്ന് എങ്ങനെയെങ്കിലും സഹിച്ച് ഇതിനകത്ത് കിടക്ക്. നാളെ നേരെ ഒന്ന് വിളിക്കട്ടെ. ഇതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കും. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. തുളസി, ഞാൻ പറഞ്ഞു കേട്ടോ? ആ കേട്ടു. എടി, നീ വിഷമിക്കുന്ന. നീ ഒരു കാര്യം ചെയ്യും, നീ ഫോണെടുത്ത് കൈവച്ചേക്ക്. ഞാൻ മുറി ചെന്നിട്ട് വിളിക്കാം. എന്തായാലും നമുക്കിന്ന് ഉറങ്ങണ്ട. നമുക്കേ സംസാരിച്ചോണ്ടിരിക്കാം. ശരി, ഞാൻ ഉടനെ വിളിക്കാം. നിനക്കൊരു അഹങ്കാരമുണ്ട്. ഇത് നിന്റെ ആങ്ങളയുടെ വീടാണെന്ന് അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഈ വീട്ടിലെ ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ അമ്മ? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? മോളെ, നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? എന്ത് പറ്റാ? നിനക്ക് ഷോക്ക് അടിച്ചോന്ന് ഞാനൊരു ദുസ്വപ്നം കണ്ടു. അപ്പൊ തന്നെ ഞാൻ പ്രസാദേട്ടനെ വിളിച്ചു. ഒന്നുമില്ലെന്ന് ഏട്ടൻ പറഞ്ഞെങ്കിലും എനിക്ക് തീർത്തും അതങ്ങ് വിശ്വാസമായില്ല. അമ്മ ഏത് നേരവും എന്നെ കുറിച്ച് ഓർക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നതുകൊണ്ടാ ഇങ്ങനെ ദുസ്വപ്നമൊക്കെ കാണുന്നത്. എനിക്കൊന്നുമില്ല, അമ്മ വിഷമിക്കണ്ട. ദേ, ഇവിടെ ദുർഗാമ്മ എന്നെ പൊന്നുപോലെ നോക്കുന്നേ. അമ്മയും മകളും തമ്മിലുള്ള നാടകമൊക്കെ കൊള്ളാം. പക്ഷേ ഈ കഥയൊന്നും ആരും വിശ്വസിക്കില്ല. ദുർഗാമ്മ പറയുന്നൊന്നും അമ്മ കാര്യാക്കണ്ട. ഒന്നും മനസ്സ് വെച്ചോണ്ട് പറയുന്നല്ല. മതിയടി കളിയാക്കിയത്. നിന്റെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ അമ്മ പൊയ്ക്കോട്ടെ മോളെ. അമ്മ പൊയ്ക്കോ. ഇനി എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. ദുർഗേച്ചി, ഞാനത് അമ്മ പൊയ്ക്കോ. ഞാൻ മോളെ ഒന്ന് കാണാൻ പോയിട്ട് വരുന്ന വഴിയാ. ആ, അത് തന്നെയാ പ്രിയ എനിക്കും അറിയാനുള്ളത്. തുളസിയുടെ ആദ്യത്തിന്റെയും വിശേഷങ്ങള്. ഒടുവിൽ ദുർഗ തുളസിയെ മരുമകളായിട്ട് അംഗീകരിച്ചു അല്ലേ? അംഗീകരിച്ചോന്നൊക്കെ ചോദിച്ച മോളോട് ദുർഗേച്ചി സ്നേഹമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല. അതൊക്കെ ക്രമേണ മാറിക്കോളും. ദുർഗയുടെ സ്വഭാവമല്ലേ. ഒറ്റയടിക്കത് മാറുമെന്ന് നമ്മൾ വിചാരിക്കുന്നതും തെറ്റാ. അത്രയ്ക്ക് ശത്രുതയിലായിരുന്നില്ലേ രണ്ടുപേരും? ആ, അതിന്നൊക്കെ അല്പം മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മാറും. മാറാതെ തരവില്ലല്ലോ. എല്ലാ കാലത്തും ഈ പകയും കൊണ്ട് നടന്ന ഇതിനൊരു അവസാനം. എന്താടി? എന്താ സുലൂര്? എന്റെ ദുർഗേച്ചി ആ തല തെറിച്ചവൾ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇറങ്ങിപ്പോയില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞു. നിന്നെ ഇവിടെ ഇറക്കി വിടാനേ അവളുടെ അച്ഛൻ പോലീസുകാരനുണ്ടാക്കിയതല്ല ഈ വീട്. അത് നിനക്കങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ? കയറി വന്നപ്പോ മുതൽ അവൾ എന്നെ തല്ലാൻ തുടങ്ങുമായിരുന്നു. എന്നെ കൊണ്ടൊരു അക്ഷരം സംസാരിക്കാൻ അവള് സമ്മതിക്കണ്ടേ? അവളുടെയൊക്കെ മുമ്പിൽ തലയൊന്ന് കുനിഞ്ഞു പോയാലേ പെടല് വഴി അവള് തലേ കയറും. തോറ്റെന്ന് തോന്നിയാ നമ്മളെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കും. അവൾ എന്തൊക്കെ അനാവശ്യങ്ങളെ എന്നെ കുറിച്ച് പറഞ്ഞെന്നറിയോ ദുർഗേച്ചിക്ക്? സുലു, കരയാതെ. നാണമില്ലേ നിനക്ക്? അവളോട് പകരം ചോദിക്കാതെ കരയാൻ നടക്കുന്നു. ദേ, അവൾ ആദിയുടെ ഭാര്യയാണെന്നും പ്രസാദേട്ടന്റെ മരുമോളാണെന്നും ഒക്കെ പറഞ്ഞേ നിന്നെ വരട്ടാൻ നോക്കും. നീ അവൾക്ക് പുല്ല് വില കൊടുക്കരുത്. മനസ്സിലായോ? മനസ്സിലായി ദുർഗേച്ചി. ദുർഗമ്മ കിടക്കൂ. അസുഖം മാറുന്നവരെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ഭക്ഷണമൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരാം. ദുർഗമ്മ കിടന്നോളൂ. എനിക്ക് കിടക്കാൻ മാത്രം അസുഖമൊന്നുമില്ല. ആ, എന്നാ ഇവിടെ ചാരി ഇരുന്നാ മതി. എന്ത് വേണമെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരാം. ഈ അസുഖം ഒന്ന് മാറും വരെയെങ്കിലും ഈ ദേഷ്യമൊക്കെ ഒന്ന് കള ദുർഗാമ്മേ. അങ്ങോട്ട് ചാരി ഇരുന്നേ. അല്ല, ദുർഗാമ്മയ്ക്ക് കുടിക്കാൻ ഇപ്പൊ എന്താ വേണ്ടേ? ജ്യൂസോ ചായയോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഈ റൂമിൽ നിന്ന് പോയി തന്നാ മതി.
ഞാൻ പോയേക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി. അവളൊരു സ്നേഹവിൽപ്പനക്കാരി. അമ്മേ, മെഡിസിനോട് വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മുറിയിലേക്ക് പോവാ. അതെ, നിന്റെ സ്നേഹമൊക്കെ കൊള്ളാം. പക്ഷെ അതെ, കുരങ്ങിന് കൊടുക്കുന്ന പൂമാല പോലെ ആവരുത്. ദുർഗാമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസം വരും. ഞാൻ അതിനു വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്. അല്ല, ദുർഗാമ്മയ്ക്ക് എന്താ അസുഖം? അതെ, നമ്മളെ ഔട്ടിങ്ങിന് പോകുന്ന അറിഞ്ഞതിന്റെ അസുഖം, അല്ലാതെ വേറെ ഒരു അസുഖവും. എനിക്കത് തോന്നി. പക്ഷെ നമ്മള് പുറത്തു പോകാൻ തീരുമാനിച്ച കാര്യം ദുർഗാമ്മ എങ്ങനെ അറിഞ്ഞേ? അത് മറിഞ്ഞെന്നെങ്ങാനും കേട്ടാണ്. അതാണല്ലോ ഈ വീട്ടിലെ രീതി. നമ്മുടെ യാത്ര മുടക്കാൻ വേണ്ടി അമ്മ പെട്ടെന്ന് കണ്ടുപിടിച്ച അഭ്യാസമായിരുന്നു ഈ കാർഡിയോളജിസ്റ്റ് ECGക്ക്. എടി, നിനക്കറിയോ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു? അമ്മ മനഃപൂർവ്വം അയാളെ കാണണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചടങ്ങ് പോലെ ആ ഫിസിഷ്യനെ പോയി കണ്ടു. എന്നിട്ട് പറയാ അമ്മ അയാളുടെ ടെൻഷനാന്ന്. ഒരു തരത്തിലും അമ്മ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. എടി, ഞാനും നീയും തമ്മിൽ കാണുന്ന പോലെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും മാറില്ലേ അമ്മയുടെ ഈ വൈരാഗ്യം? അതെ, എന്ന് തീരും നമ്മുടെ ഈ പ്രശ്നങ്ങള്. അവള് മനസ്സിൽ കാണുമ്പോഴേ ദുർഗിച്ചത് മാനത്ത് കാണും. അതേ, ആള് വേറെയാ. നിനക്കറിയോ, നവദമ്പതികള് പുറത്ത് കറങ്ങാൻ പോകാൻ പ്ലാൻ ഇട്ടതാ. അത് ദുർഗേച്ചി അങ്ങ് പൊളിച്ചു. ദുർഗേച്ചി ഹോസ്പിറ്റലിൽ പോയത് മനഃപൂർവ്വാ. അതെനിക്ക് പിടികിട്ടി. അവളുടെ ഒരു അഭ്യാസവും ഇവിടെ ചെലവാവില്ല. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാമെന്ന അവളുടെ ഒരു വ്യാമോഹവും ഈ വീട്ടിൽ നടക്കില്ല. ഇതൊന്നും ശാശ്വതമാകുന്ന ബന്ധം അല്ല ആതിരേ. ഇതിങ്ങനെ കുറെ ദിവസം പോവും. ആദിയും തുളസിയും ദുർഗേച്ചി പരസ്പരം അടുപ്പിക്കാതെ വരുമ്പോ ഗതികെട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവും. ഈ അമ്മായി അമ്മമാര് സമ്മതിക്കാത്ത പല കല്യാണങ്ങളും ഇങ്ങനെയാ. രണ്ടും രണ്ട് വഴിക്ക്. ഒടുവില് ഏതെങ്കിലും ഒരു പെണ്ണ് വേണമല്ലോന്നൊരു ചിന്ത വരും ആദിക്ക്. എന്നാ ഇതെങ്കി ഇതെന്ന മട്ടില് അവൻ നിന്നെ കെട്ടുകയും ചെയ്യും. നിന്റെ മുഖം പാടാതെ. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നോക്ക്, പതുങ്ങിക്കിടക്കുന്ന ഒരു സിംഹത്തെ പോലെയാ ഇപ്പൊ ദുർഗേച്ചി. ഏത് നേരാ അവളുടെ നേരെ ചാടി വീഴുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. ദുർഗേച്ചിയുടെ കാര്യത്തില് ഞാൻ ഇടപെടും. എനിക്കതിനുള്ള അവകാശമുണ്ട്. ദുർഗാമ്മ എന്റെ അമ്മായിയമ്മയാണ്, എന്റെ ഭർത്താവിന്റെ അമ്മ. അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാ ഉള്ളത്. പിന്നെ ഉത്തരവാദിത്തമുള്ള മരുമകള്. ഒരു വീട്ടിലെ മരുമകളാകണമെങ്കിലേ ആ വീട്ടിലെ എല്ലാവരും അംഗീകരിക്കണം. എല്ലാവരുടെ മുന്നിൽ വെച്ച് അമ്മായിയമ്മ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കയ്യിൽ തന്ന് ഇങ്ങനെ കൈ പിടിച്ച് അകത്തേക്ക് കേട്ടണം. ഇത് മതില് ചാടി വന്ന നീ എങ്ങനെയാ മരുമകളാകുന്നേ? അതെ, മരുമകളുടെ അംഗീകാരമൊന്നും ഞാൻ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് പ്രയോഗിക്കാൻ തുടങ്ങുമ്പോ ചിലരൊക്കെ ചൂല് പോലെ പുറത്തേക്ക് പോകും. ഞാനീ ദുർഗേച്ചിയുടെ സെക്യൂരിറ്റിയാ. ദുർഗേച്ചി പ്രസാദ് സാർ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ ഒരു ബോഡി ഗാർഡായിട്ട് കൂടെ വന്നവളാ. അതറിയോ നിനക്ക്? ഒരു ബോഡി ഗാർഡ്? ഇങ്ങനെ 2-3 പാടുകൾ ഈ ദേവമംഗലത്തുണ്ട്. മാറാല തൂത്തു മാറ്റും പോലെ ഞാൻ അതിനെയൊക്കെ തൂത്തു മാറ്റിക്കോളാം. നീ ഒരു ചുക്കും ചെയ്യില്ല. നിനക്കുള്ള കഴിമരെ ദുർഗേച്ചി തന്നെ ഒരുക്കുന്നുണ്ട്. ആഹാ, അപ്പൊ ദുർഗാമിക്ക് കഴിമര ഉണ്ടാക്കാനൊക്കെ അറിയോ? ഇതൊക്കെ ആരാ അറിയുന്നേ? അല്ല, നിങ്ങൾക്കും ആ കമ്പനിയിലാണോ ജോലി? വേണ്ട കേട്ടോ, നിനക്കിത്തിരി തന്റെ ഇടം കൂടുതലാന്നൊക്കെ എനിക്കറിയാം.
ഏതോ ഒരു കഷ്ടകാലത്തിന് ആദ്യത്തിന്റെ ആ താലി നിന്റെ കഴുത്തിലോട്ട് വീണുപോയി. ഹോ, ആരുടെ കഷ്ടകാലത്തിന്? ദേ, വേണ്ട കേട്ടോ. നിനക്കിത്തിരി തന്റെ ഇടം കൂടുതലാന്നൊക്കെ എനിക്കറിയാം. ഏതോ ഒരു കഷ്ടകാലത്തിന് ആദ്യത്തിന്റെ ആ താലി നിന്റെ കഴുത്തിലോട്ട് വീണുപോയി. ഹോ, ആരുടെ കഷ്ടകാലത്തിന്? കഷ്ടകാലം ഇപ്പൊ ദുർഗേച്ചിക്കല്ലേ, നീ വന്നതുകൊണ്ട്. ഏയ്, ദുർഗാമ്മയ്ക്ക് ഒരു കഷ്ടകാലവും വരില്ല. അവരുടെ നല്ല കാലങ്ങൾ ആരംഭിക്കാൻ പോവാ. കഷ്ടകാലം വരുന്നത് കൊട്ടിപ്പാടി സേവ നടത്തുന്നവർക്കാ, ചില അകമ്പടിക്കാർക്ക്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരൊക്കെ പാട്ട് നിർത്തി അവരവരുടെ പാട്ടിന് പോകുന്നത് വൈകാതെ കാണാം. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ ഞാനങ്ങ് പേടിക്കുമെന്ന് കരുതിയോ? ഇല്ലടി, നിന്റെ കാര്യത്തില് അവസാനമായ ഒരു തീരുമാനം എടുക്കുന്നത് വരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എന്നോടുള്ള വെല്ലുവിളികളൊക്കെ നിർത്തി മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ സുലു ആന്റി എന്ന നീക്കുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതേ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആയിരിക്കും. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പൊ നീ ഇവിടെ ഒളിച്ചു നിൽക്കായിരുന്നു അല്ലേ? ഇടി, നിന്നെ ഒന്ന് കിട്ടാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. അയ്യേ, നിനക്ക് നാണോ? ഒന്ന് പോടാ. എന്താന്നറിയില്ല, നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ എനിക്ക് ഭയങ്കര നാണോ, വല്ലാത്ത നാണം. ആ, അതേ, കൂട്ടുകാരിയായ നീ എന്റെ ഭാര്യയായി മാറിയതുകൊണ്ടാ ഈ നാണം. സാരമില്ല, അതെ, ഞാൻ തന്നെ മാറ്റിത്തരാം. ഒന്ന് പോടാ, കളിയാക്കാതെ. നീ ഞാനും തമ്മിലുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ സങ്കല്പങ്ങളാണ് ഉള്ളതെന്നറിയോ? എന്ത് സങ്കല്പങ്ങള് പറ. ആ, അതൊക്കെ കുറെ പറയാനുണ്ട്. അതെല്ലാം വിവരിക്കാൻ ഇപ്പൊ നേരമില്ല. അതെല്ലാം ഞാനൊരു ഡയറിയിലെ വിശദമായിട്ട് എഴുതിയിട്ട് നിനക്ക് വായിക്കാൻ തരാം. ഓ, എന്നാ അതൊക്കെ വെച്ച് നിനക്കൊരു നോവൽ എഴുതിക്കൂടെ? എനിക്ക് വായിക്കുകയും ചെയ്യാം, നിന്റെ പേരിലൊരു നോവലും വരും. നോവല്? അതൊക്കെ മെനക്കെട്ട പണിയാ, എനിക്കൊന്നും പറ്റില്ല. ഇപ്പൊ എന്റെ സങ്കല്പങ്ങളിലുള്ള ചിലത് ഞാൻ നിന്നോട് പറയാം. പറ. ഞാനേ എന്റെ ആദ്യത്തെ സങ്കല്പം പറയാം. നല്ല നിലാവുള്ള രാത്രിയില് ഒരു വഞ്ചിയില് കായലിലൂടെ ഇങ്ങനെ ഞാനും നീയും മാത്രം തുഴഞ്ഞിങ്ങനെ പോകുന്നു. അതും നേരം വെളുക്കും വരെ. കൊള്ളാം. ശരി, അതെന്തായാലും കൊള്ളാം. ഏതെല്ലാം തരത്തിൽ അകറ്റാൻ നോക്കിയാലും ഇവര് കൂടുതൽ കൂടുതൽ അടുക്കാണല്ലോ. ഇതെങ്ങനെയാന്ന് പൊളിക്കുക? അത് പോരാ. ഇനി നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ വിടില്ല നിന്നെ ഇങ്ങോട്ട്. എടി, നിനക്ക് മര്യാദ എന്താണെന്ന് അറിയില്ലേ? എടി, ഞാനും എന്റെ ഭാര്യ സംസാരിക്കുന്നിടത്ത് നിനക്ക് വരേണ്ട കാര്യം എന്താ? എടി, ചോദിച്ചു കേട്ടില്ലേ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന്? ആദ്യേട്ടനെ എപ്പോഴും കാണാനുള്ള അനുവാദേ എനിക്ക് ദുർഗാന്റി തന്നിട്ടുള്ളതാ. ദുർഗാന്റെ അനുവാദം തന്നിട്ടുണ്ടെങ്കിലേ നീ പോയി ദുർഗാന്റിയെ കാണണം. നീ മേലെ എന്റെ മുന്നിലേക്ക് വരരുത്. എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. പേടിപ്പിച്ച നീ എന്ത് ചെയ്യണം? വേണ്ട, ഇത് അമേരിക്കയാണെന്ന് ഇവളുടെ വിചാരം. എടി, ഇവളുടെ ഡാഡി എത്ര മാന്യ മര്യാദയുള്ള മനുഷ്യനാണ്. ഇവളെന്താ ഇങ്ങനെ പാഴ്ജന്മായി പോയെ? എങ്ങനെ പാഴ്ജന്മാവാതിരിക്കും? ആ മംഗളപ്പച്ചയുടെ ശിക്ഷണത്തിലല്ലേ ഇവളിവിടെ വളർന്നത്. നെറുകേടിന് കയ്യും കാലും വെച്ചവരാ അവര്. എന്റെ മാമൂസിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. അവളുടെ ഒരു മാമൂസ്. ഇറങ്ങി പോടി വിടണം. ഇതിന് ഞാൻ പകരം വീട്ടിലെങ്കിൽ എന്റെ പേര് ആതിരെന്നല്ല, ഓർമ്മിച്ചോ? നീ ഇപ്പൊ പകരം വിട്ടടി. ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. നീ പോയി വിടണം. അവളുടെ ഒരു മാമൂസ്.
നിന്നെ പോലെ ഇത്ര അനുസരണയും സ്വഭാവ ഗുണവും ഉള്ള ഒരു പെൺകുട്ടിയെ ഒരു കാലത്തും ദുർഗയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. അമേരിക്കയിൽ നിന്ന് നീ ഇവിടെ വന്നതിന് ശേഷം നിന്നെ ഞാൻ നല്ല ചൊല്ലുവിളിയോടെയാ വളർത്തിയിരിക്കുന്നതെന്ന് ദുർഗയ്ക്ക് മാത്രമല്ല സകല നാട്ടുകാർക്കും അറിയും. എന്നാലും ഈ ആദ്യേട്ടൻ ആ തുളസിയോട് ഇത്ര സ്നേഹത്തോടെ പെരുമാറുമ്പോ അതൊന്നും തൽക്കാലം എന്റെ മോള് മൈൻഡ് ചെയ്യണ്ട. അവനിട്ടൊരു താലിമാല അവളുടെ കഴുത്തിൽ കിടപ്പുണ്ടല്ലോ, അതിന്റെ ഒരു അഹങ്കാരത്തിൽ അവൾ അവന്റെ അടുത്ത് ചെന്ന് ഒന്ന് തട്ടിയും മുട്ടിയും നോക്കിയിരിക്കും. അതിപ്പോ തൽക്കാലം നീ സാരാക്കണ്ട. ദുർഗ ആദിത്യനെ നേരെ നോക്കി ഒന്ന് ഞൊടിച്ചാ മതി, അനുസരണയുള്ള നായയെ പോലെ അവൻ അവളുടെ മുമ്പിൽ വരും. തുളസിയെ ഉപേക്ഷിക്കണമെന്ന് ആദിത്യനോട് തറപ്പിച്ചു ദുർഗ പറഞ്ഞ അവനത് ചെയ്തേ പറ്റൂ. ഇല്ല, ആദ്യേട്ടന്റെ ആ പേടിയൊക്കെ ഇപ്പൊ മാറിപ്പോയി മാമൂസേ. അല്ലെങ്കിൽ ദുർഗന്റെ വിലക്കിയിട്ടും ആദ്യേട്ടൻ അവളോട് ഇങ്ങനെ പെരുമാറുവോ? ഇത്ര സ്നേഹം കാണിക്കോ? അത് മാത്രമല്ല, ദുർഗാന്റിക്കേ ആ പഴയ ദേഷ്യമൊന്നും തുളസിയോടിപ്പോ ഇല്ല. ഓ അങ്ങനെ. ആ അതൊക്കെ പോട്ടെ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. ഈ തുളസിയെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാ? ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നൊന്നും അല്ലല്ലോ, അവൾ ഇടിച്ചു കയറി വന്ന് നിൽക്കുന്നില്ലേ ഇവിടെ. ഇടിച്ചു കയറി വന്ന് നിൽക്കുന്നവരെയൊക്കെ താമസിപ്പിക്കാനുള്ള സത്രമാണോ ഈ തറവാട്? അപ്പച്ചി, അവൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടായിപ്പോയില്ലേ? ദുർഗേ, ശരി, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി എന്താണ് അവളുടെ കാര്യത്തിൽ ചെയ്യാൻ പോകുന്ന നടപടി? എന്ത് നടപടി? അവളെ ഞാൻ ആദിയുടെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല, എന്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല. എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആദിയുടെ ഭാര്യയായിട്ട് അവളെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവൾ ഇപ്പോഴും അവന്റെ കൂടെ ബെഡ്റൂമിലാണല്ലോ. അവള് നോക്കുമ്പോ അവളുടെ ഭർത്താവാകേണ്ട പുരുഷൻ മറ്റൊരു പെണ്ണിനോടൊപ്പം. ഇതിലെന്ത് ന്യായമാ ദുർഗ ഉള്ളത്? നീ തന്നെ പറയേ. അപ്പച്ചി, എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം നീ തുളസിയുടെ മുന്നിൽ മുട്ടുകുത്തി വീണൂന്ന് അല്ലേ? അവളുടെ മുന്നിൽ തോറ്റു തുന്നം പാടി. ഞാൻ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല, ഇനി തോൽക്കുകയില്ല. പക്ഷെ ഇതിനൊരു പരിഹാരം കാണാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ ആതിരയുടെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കണമെന്ന് എനിക്കും ഒന്ന് ആലോചിക്കേണ്ടി വരും. എന്റെ മരുമോൻ ചന്ദ്രദാസ് ആണെങ്കിൽ സ്വസ്ഥതയും തരുന്നില്ല. അവൻ ആതിരയും കൊണ്ടേ അമേരിക്കയ്ക്ക് പോകുന്ന ഒറ്റ വാശിയില്ല. ചന്ദ്രദാസ്, അവന്റെ പേരെന്റെ മുമ്പിൽ മിണ്ടിപ്പോരുത്. അവൻ ഒറ്റ ഒരുത്തനാ എന്റെ മോന്റെ കല്യാണം മുടങ്ങാൻ കാരണം. ഈ നശിച്ചവളുണ്ടല്ലോ, അവൾ ഈ വീട്ടിൽ കയറി വന്ന് താമസിക്കാൻ ഒറ്റ കാരണം അയാള് മാത്രം. എന്തിന് ചന്ദ്രദാസിനെ കുറ്റം പറയണം? നിന്റെ മകന്റെ ഭാര്യയായി ആര് വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിനക്ക് തന്നെയാ. ആ അധികാരം നീ തന്നെ നശിപ്പിച്ചു. ആതിരയും ആദിത്യനും തമ്മിലുള്ള കല്യാണത്തിന് ചന്ദ്രദാസ് എതിര് നിന്നപ്പോൾ അഭിമാനം സംരക്ഷിക്കാനായിട്ടാണെങ്കിലും എന്തിന് ആദിത്യനെ കൊണ്ട് തുളസിയെ കല്യാണം കഴിപ്പിക്കാൻ നീ തീരുമാനിച്ചു? ആ തീരുമാനമല്ലേ ഈ ആപത്തിനൊക്കെ കാരണം. അപ്പച്ചി, എനിക്ക് അപ്പൊ അങ്ങനെ തീരുമാനിക്കാനേ പറ്റുമായിരുന്നുള്ളൂ. ആ വിവാഹം ഞാൻ നടത്തിയത് തുളസിയോടുള്ള മറ്റൊരു പ്രതികാരത്തിന്റെ തുടക്കമായിരുന്നു. അതെന്താ അപ്പച്ചി ചിന്തിക്കാത്തത്? അതൊരു പ്രതികാരമായിരുന്നെങ്കിൽ തുളസി എന്തിനാ ഈ വീട്ടിൽ കയറി താമസിക്കുന്നത്? ദേ, എനിക്കൊന്നേ പറയാനുള്ളൂ. ആതിരയുടെ കാര്യത്തിൽ അവസാനമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കണം. അവളെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കാൻ എന്തായാലും പറ്റില്ല.
തുളസിയെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ നീ തയ്യാറാണെങ്കിൽ നീ എന്നോടൊപ്പം നിന്നാ മതി. ഞാനത് ചെയ്ത് കാണിക്കാം. നീ എന്തു പറയുന്നു? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? വരട്ടെ അപ്പച്ചി, അതിന് സമയമായിട്ടില്ല. എന്തായാലും നീ ഒന്ന് ആലോചിക്കും. എനിക്കറിയാം ഇവിടെ ഏത് നേരം ഈ പ്രശ്നങ്ങളൊക്കെ അല്ലേ. പിന്നെ എങ്ങനെ സ്മാർട്ട് ആവാൻ പറ്റും അല്ലേ? ഏതായാലും അകന്നു നിന്നുകൊണ്ടാണെങ്കിലും നിന്നെ കണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. തൽക്കാലം അത് മതി. അതൊക്കെ ഒരു ജീവിതമാണോ? ഇതും ഒരു ജീവിതം തന്നെയാ. എനിക്കിതിലൊന്നും വലിയ വിഷമം തോന്നുന്നില്ല. കല്യാണം കഴിഞ്ഞ അത്ര വലിയ പ്രതീക്ഷകളായിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് എന്താടാ, അന്നത്തെ ദിവസം തന്നെ ദുർഗാമ്മ എന്നെ ഈ പടിക്ക് പുറത്താക്കിയില്ലേ? അവിടെ തൊട്ട് ഇങ്ങോട്ട് ദുർഗാമ്മ കാണിച്ചിട്ടുള്ള ഓരോ പ്രവൃത്തികളും വെച്ച് നോക്കുമ്പോ എനിക്ക് നിന്നെ ഇതുപോലെ കാണാൻ പറ്റുമെന്ന് പോലും കരുതിയതല്ല. ഓരോ കടമ്പയും കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഞാൻ നിന്റെ അരികിൽ വന്ന് എത്തിയില്ലേ? സാരമില്ലടാ, ഇനിയുള്ള തടസ്സങ്ങൾ നീങ്ങി നമ്മൾ മുന്നോട്ട് പോവും. ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, തൊട്ടരികില്. എന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാവും. ഇവിടെ 2 മുറികളിൽ കിടന്നാണെങ്കിലും നമുക്ക് സ്വപ്നങ്ങൾ കാണാലോ. വേണ്ട, എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണാനും എന്തെങ്കിലുമൊക്കെ കേൾക്കാനും കാത്തിരിക്കുന്ന ഒരുപാട് കണ്ണുകളും കാതുകളും ഉണ്ട് ഈ വീട്ടില്. പോരിട്ടോ, കുടിക്കുമ്പോ ഒറ്റ വലിക്ക് കുടിക്കണം. എന്താടി നിന്ന് പിറുപിറുക്കുന്നേ? അല്ല, ഞാൻ ഈ വരും വരായികകളെ കുറിച്ച് ആലോചിച്ചതാ.
എന്നെ പോലീസ് പിടിക്കുമ്പോ മംഗളപ്പച്ചിയുടെ മുഖത്തുള്ള ആ സന്തോഷം ഞാനിന്ന് ഭാവനയിൽ കണ്ടായിരുന്നു. ആ, ഹ, ഇവളെ പോലീസ് പിടിക്കുമ്പോ ഞാൻ സന്തോഷിക്കുമെന്ന് ഇവളെങ്ങനെ മനസ്സിലാക്കി? ബോധമില്ലെങ്കിലും ഇവക്ക് വിവരമുണ്ട്. അപ്പച്ചി എന്താ ആലോചിക്കുന്നത്? നിന്നെ പോലെ ഞാനും ഒന്ന് ചിന്തിച്ചു, അത്രേ ഉള്ളൂ. അതെ, ജ്യൂസും എടുത്തോണ്ട് വാ, അവസരം ഒത്തു വന്നിട്ടുണ്ട്. ഇല്ല അപ്പച്ചി, ഞാൻ വരുന്നില്ല. എനിക്ക് പേടിയാ അപ്പച്ചി. പേടിയോ? ആ, പേടിയാ. മനുഷ്യരെന്നല്ല, ഒരു ജീവിയും കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അപ്പച്ചി. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ എനിക്കാവില്ല. ഇന്നാളൊരു കട്ടുറുമ്പിനെ അറിയാതെ കൊന്നിട്ട് ഞാൻ എന്തുമാത്രം കരഞ്ഞെന്നറിയോ? അയ്യോ, ഇവളൊരു അഹിംസി. ബുദ്ധഭിക്ഷു അല്ലേ നീ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജയിലിൽ പോയി തിരിച്ചിറങ്ങുമ്പോ മൂത്ത് നരച്ചൊരു സന്യാസിനിയായി കാട് കയറേണ്ടി വരും അപ്പച്ചി. ആ, ദേ, വേലയും വേഷം കിട്ടുമെന്ന് എടുക്കാതെ വേഗം വന്നേ, വാടി. അല്ല അപ്പച്ചി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അപ്പച്ചി. നിനക്കൊന്നും വരില്ല. നീ ഞാൻ